السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ദാനധർമ്മം ചെയ്യുക, സ്വതക്ക ചെയ്യുക ഏറ്റവും പുണ്യമാക്കപ്പെട്ട അമലാണ്. സ്വതക്ക ചെയ്യുക എന്നുള്ളത് അപകടങ്ങളിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമെന്നും രോഗങ്ങൾക്ക് ശിഫ ലഭിക്കുമെന്നും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ അത് കാരണമായി തീരുമെന്നും സ്വർഗത്തിൽ കടക്കാൻ തന്നെയും അത് വലിയ ഹേതുവായി മാറുമെന്നൊക്കെ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, ഇത്തഖുന്നാറ വലോ ബിശിഖ്ഖി തംറ, നിങ്ങൾ നരകത്തെ വല്ലാതെ സൂക്ഷിക്കണം, വല്ലാതെ ഭയപ്പെടണം. അതിൽ നിന്നൊരു കാരക്കയുടെ കഷ്ണം ധർമ്മം ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് ചെയ്തിട്ടെങ്കിലും നരകത്ത് നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ കാരക്കയുടെ കഷ്ണമെങ്കിൽ ധർമ്മം ചെയ്യണമെന്നിലേക്ക്, അഥവാ അത്ര കുറച്ചാണെങ്കിൽ ധർമ്മം ചെയ്യണമെന്ന്, അത് വലിയ പുണ്യം ലഭിക്കുന്ന വലിയ അപകടങ്ങളിൽ നിന്ന് നരകത്തിൽ നിന്ന് വരെ രക്ഷപ്പെടാൻ അത് കാരണമായി തീരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നാം ധർമ്മം ചെയ്യുമ്പോൾ, സദഖ ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന ധനം അത് 100% ഹലാലാതായിരിക്കണം. ഒരിക്കലും ഹറാമോ അല്ലെങ്കിൽ ഹറാമ് കലർന്നതോ ആയി മാറിയിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ആ സദഖ സ്വീകരിക്കുകയില്ലെന്ന് മാത്രമല്ല, അത് കാരണം നരകത്തിൽ കടക്കാൻ തന്നെയും അത് കാരണമായി തീരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനിക്തസബ മാലൻ മിൻ മഅ്സമിൻ, ഒരാൾ ഹറാമായ രീതിയിൽ, ഹറാമായ രൂപത്തിൽ മറ്റുള്ളവർ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് കച്ചവടം നടത്തി, അല്ലെങ്കിൽ പലിശക്ക് കൊടുത്തുകൊണ്ട് സമ്പാദിച്ചു, അതല്ലെങ്കിൽ കളവ് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ടൊക്കെ മറ്റുള്ളവരുടെ കാശ് കൈക്കലാക്കി, അങ്ങനെ ആ കാശ് ഉപയോഗിച്ചുകൊണ്ട്, ആ ധനം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ എന്ത് ചെയ്തു? ഫവസല ബിഹി റഹിമഹു, അയാളുടെ കുടുംബബന്ധം ചേർത്തു. അഥവാ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് അയാൾ ഈ ധനം ഉപയോഗിച്ചുകൊണ്ട് വീട് വെച്ചു കൊടുത്തു, മക്കളെ കെട്ടിക്കാൻ സഹായിച്ചു, രോഗികൾക്ക് അതിനുള്ള സാമ്പത്തിക സഹായം നൽകി. ഇങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവരിലേക്ക് അയാളെ കൊണ്ട് കഴിയുന്ന നിലക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ ഈ ഹറാമായ ധനം കൊണ്ടാണ്. അല്ലെങ്കിലോ ഔ തസദ്ദഖ ബിഹി, ഈ ധനം ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങൾക്ക് സദഖ ചെയ്തു, ദാനധർമ്മങ്ങൾ നൽകി, വിഷമിക്കുന്ന ആളുകൾക്ക് അവിടെ വിശപ്പകറ്റാനുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് വീട് വെക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തു. അതുപോലെ തുടങ്ങിയിട്ട് മനുഷ്യന് ആവശ്യമുള്ള ധാരാളം അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അതിലൊക്കെ ഇയാൾ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ ഹറാമായ ധനം കൊണ്ട് അയാൾ സഹായിച്ചു. അതല്ലെങ്കിലോ ഔ അൻഫഖ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പള്ളിയുണ്ടാക്കാൻ, മദ്രസകൾ ഉണ്ടാക്കാൻ, യതീംഖാനകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങൾക്ക്, അങ്ങനെ തുടങ്ങിയിട്ട് ഖൈറായ രീതിയിൽ ദീനിയായ വിഷയങ്ങളിൽ ഇദ്ദേഹം ഈ ധനം ഉപയോഗിച്ചുകൊണ്ട് ആ സദഖ ചെയ്തു, ധർമ്മം ചെയ്തു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ കൊണ്ട് ചെയ്യുന്ന പരിപാടി എന്താ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ജുമിഅ ദാലിക കുല്ലുഹു ജമീഅ, ഇയാൾ നൽകിയ എല്ലാ ധർമ്മവും, എല്ലാ സദഖയും, എല്ലാ സഹായങ്ങളും ഇതെല്ലാം അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയിട്ടോ ഫഖുദിഫ ബിഹി ജഹന്നം, നരകത്തിലേക്ക് അയാൾ വലിച്ചെറിയപ്പെടും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ഒരാൾ ധർമ്മം ചെയ്യുന്നതെങ്കിൽ അത് സദഖ കൊണ്ട് നരകത്തിൽ കടക്കാൻ അത് കാരണമായി തീരുക. അതുകൊണ്ട് തന്നെ നമ്മൾ ധർമ്മം ചെയ്യുമ്പോൾ, സഹായിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കുമ്പോൾ നാം ചെലവഴിക്കുന്ന സത്ത് അത് 100% ഹലാലാതായിരിക്കണം. എങ്കിലേ നമുക്ക് ശുദ്ധ ഇസ്ലാം പറയപ്പെട്ട സദഖക്ക് പറയപ്പെട്ട പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ നൽകിയപ്പെട്ട സദഖ അടക്കം അള്ളാഹു അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വളരെ പ്രയാസകരമായ ഒരവസ്ഥയായിരിക്കും അയാൾക്കുണ്ടായി തീരുക. അള്ളാഹു തആല ഹലാൽ സമ്പാദിച്ച് മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സദഖകളും ദാനധർമ്മങ്ങൾക്ക് നൽകാനുള്ള വലിയ മനസ്സും തൗഫീഖും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.